ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നാം വിശ്വസിക്കുന്ന ദൈവം ആരാണ്? നമ്മുടെ പ്രിയ കർത്താവ് എങ്ങനെയുള്ളവനാണ്? ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 4 വെളിപ്പെടുത്തലുകൾ ഇതാ. ഒന്നാമതായി, അവനുണ്ട്, ഉണ്ടായിരുന്നു, വരാനിരിക്കുന്നു. രണ്ടാമതായി, അവൻ സർവശക്തനായ ദൈവമാണ്. മൂന്നാമതായി, അവൻ അൽഫയും ഒമേഗയും. നാലാമതായി, അവൻ തുടക്കവും അവസാനവുമാണ്. ഒരു വജ്രത്തിന് പല മുഖങ്ങളുമുണ്ട്. വജ്രം ശോഭയുള്ള പ്രകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഓരോ മുഖവും വ്യത്യസ്തമായി പ്രതിഫലിക്കും. അതുപോലെ ദൈവത്തിന് നിരവധി പേരുകളുണ്ട്. അവയിൽ ഓരോന്നും അവന്റെ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു. ദൈവത്തിന് ഏകദേശം 272 പേരുകളുണ്ട്. അവയിൽ ഒരു പ്രധാന പേര് സർവശക്തനായ ദൈവം എന്നാണ്. ദൈവത്തിന് എല്ലാത്തിനും മേൽ ആധിപത്യവും അധികാരവുമുണ്ട്. അവൻ തന്റെ ശക്തിയിൽ വലിയവനാണ്. സർവശക്തനായ ദൈവത്തെ ഹീബ്രു ഭാഷയിൽ എൽഷഡായി എന്ന് വിളിക്കുന്നു. കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവമാണ്, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. യഹോവ സാബേത്ത് എന്ന പേരിനും ഇതേ അർത്ഥമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സൈന്യങ്ങളെയും നയിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. സർവശക്തനായ ദൈവം എന്റേതാണ്. മരണത്തെ ജയിച്ചവൻ എന്റെ ജീവനായി തീർന്നു. സർവശക്തനായ ദൈവം തന്റെ അനന്തമായ ശക്തിയുടെ ഒരു ഭാഗം അവന്റെ മക്കളായ നമുക്കും നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എന്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. സർവശക്തൻ നിങ്ങൾക്ക് നൽകിയ ശക്തി ഉപയോഗിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ സർപ്പങ്ങളെയും തേളുകളെയും ശത്രുവിന്റെ എല്ലാ ശക്തികളെയും ചവിട്ടി മെതിക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല എന്ന്. ഇത് ലൂക്കോസ് 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇരുട്ടിനെയോ പിശാചിനെയോ ഒരു ശക്തിയെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആ ദിവസം റോമിലെ രാജാക്കന്മാർ തങ്ങളെ തന്നെ വളരെ ശക്തരാണെന്ന് കാണിച്ചു. അവർ ലോകത്തിന്റെ ഭൂരിഭാഗവും കീഴടക്കി. അവർ തങ്ങളെ തന്നെ ദൈവത്തെ പോലെ കാണിച്ചു. പക്ഷേ ആ രാജാക്കന്മാരുടെ അന്ത്യം പരിശോധിച്ചാൽ അവരിൽ ഭൂരിഭാഗവും മാനസിക വിഭ്രാന്തികളാലും ഭ്രാന്തന്മാരുമായി മാറിയതായി കാണാം. അവർ ഭരിച്ചപ്പോൾ അവർക്ക് അധികാരമുണ്ടായിരിക്കെ അവർക്ക് സർവ്വാധികാരവും ഉണ്ടായിരുന്നില്ല. റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ താഴ്ന്ന നിലയിലാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നിട്ടും സർവശക്തനായ ദൈവം അവരെ സംരക്ഷിച്ചു. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട. ദൈവമക്കളെ, ഇന്നും അവൻ രാജാക്കന്മാരുടെ രാജാവായി സർവശക്തനായ ദൈവമായി വാഴുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഇയ്യോബ് 37-ാം അധ്യായം 23-ാം വാക്യം. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണ നീതിക്കും ഭംഗം വരുത്തുന്നില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇയ്യോബ് 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 22 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.